മുത്തുമണീച്ചേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉത്തരം അറിയുന്നവർ പറഞ്ഞു തരണം. ഇത് എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുക്ക്. ഇന്ന് സ്കൂളിൽ പുസ്തകം കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങിയതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഈ കുട്ടിയുടെ ഈ ബുക്കിന് ഞാൻ കൊടുത്തത് 400 രൂപ. നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. 400 രൂപയാണ് 5ാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടിയുടെ ബുക്കിന് ഞാൻ കൊടുത്തത്. അതേസമയം 1ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ചെറിയ മോളുടെ ബുക്ക്, ഈ പുസ്തകത്തിന് ഞാൻ കൊടുത്തത് 2000 ചില്ലറ രൂപ. എന്താണ് ഇവിടെ നടക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുക്കിന് 400 രൂപയും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബുക്കിന് 2000 രൂപയും. ഇത്ര കാലം രണ്ടുപേരും CBSE ആയിരുന്നു. ഇപ്പം 5ാം ക്ലാസ്സിലെ കുട്ടി സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി, 1ാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോഴും CBSE തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകത്തിന് 2000 രൂപ എൻ്റെ അടുത്ത് വാങ്ങി. ഗൈസ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. മുഖ്യമന്ത്രി രാജിവെക്കണം. എന്താണ് സംഭവം? CBSEക്കാർ ഇവിടെ ഗവൺമെന്റിൽ ടാക്സ് അടക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇത്രയധികം പൈസ, അതും CBSE പുസ്തകങ്ങൾക്ക്? ക്വാളിറ്റിയുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ 2 കുട്ടികളെയും കേരള സിലബസിൽ ചേർത്തിയാൽ പോരേന്നേ. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരുടെ വീട്ടിലുള്ള പ്രശ്നം. അവിടുന്ന് പോകണം, ഇവിടുന്ന് പോകണം, രണ്ടിടത്തുനിന്നും പോകാൻ പറ്റും സ്കൂളിൽ. പിന്നെ എന്ത് കാട്ടാൻ, ബുദ്ധിമുട്ടാവുന്നതും നമ്മൾ പാവം കുറേ രക്ഷിതാക്കൾ. ഏത് മദറില്ല, പേരൻസിൻ്റെ ബാപ്പാര് മാത്രം. എന്തൊക്കെ ആയാലും വല്ലാത്ത ചതിയായി പോയി. ഇതിന് 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് 2000, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് 400. സ്കൂൾ പൂട്ടിയപ്പോൾ 2 മാസം ഫീസ് കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. അതൊക്കെ പോയി. ഒരു കഥ തന്നെ. നമ്മളൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് 2000 രൂപ ആയിട്ടില്ല ബുക്കിന്. എന്താ ചെയ്യുക? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കൊടുക്കാൻ വാങ്ങാൻ രണ്ടിടത്തുനിന്ന് പോകണ്ടേ? ഇതിനകത്ത് കാട്ടും വിധി.